blessing today. ബ്ലെസ്സിങ് ടുഡേയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഈ ആഴ്ചയിലെ അവസാനത്തെ എപ്പിസോഡാണ്. ഇന്നത്തെ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുന്ന 4 പേർ കൂടി ചേർന്നിട്ടാണ്. നമുക്ക് ഒരുമിച്ച് ചേർന്ന് അവർക്ക് വേണ്ടി ഇപ്പോൾ പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് ഇന്നത്തെ എപ്പിസോഡ് സ്പോൺസർ ചെയ്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആദ്യമേ ഏണസ്റ്റ് ആൻഡ് ഷിജി മുളന്തുരുത്തി നിന്നുള്ള കുടുംബത്തിനായി പ്രാർത്ഥിക്കുന്ന കർത്താവെ, അവരുടെ മകൾ എൽസബയുടെ കർത്താവെ ബർത്ത്ഡേ ആണല്ലോ കർത്താവെ, ഈ 10ാമത്തെ ബർത്ത്ഡേ അങ്ങ് അനുഗ്രഹിക്കണമേ. മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവെ, അപ്പോൾ തന്നെ മകൻ റൂഫസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരെ അനുഗ്രഹിക്കണമേ, നല്ല വിദ്യാഭ്യാസം കൊടുക്കണമേ, അവർക്കൊരു നല്ല ഭവനം കൊടുക്കണമേ കർത്താവെ. അപ്പോൾ തന്നെ കർത്താവെ, മത്തായി പണിക്കർക്കും സാറാമ്മ പണിക്കർക്കുമായി പ്രാർത്ഥിക്കുന്നു. അവരെ കർത്താവ് അനുഗ്രഹിക്കണമേ കർത്താവെ. മാത്യു പണിക്കറിൻ്റെ മേൽ കർത്താവെ ഒരു വലിയ മാറ്റം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവിധമായ മദ്യപാനത്തിൽ നിന്നും പുകവലിയിൽ നിന്നും വലിയൊരു മോചനം ഉണ്ടാകട്ടെ കർത്താവെ. സാറാമ്മ പണിക്കറിന് കർത്താവെ എല്ലാവിധമായ അനുഗ്രഹങ്ങൾ കൊടുക്കണമേ, രോഗങ്ങളിൽ നിന്ന് വിടുതൽ കൊടുക്കണമേ കർത്താവെ. 3ാമതായി ഹൈദരാബാദിൽ നിന്നുള്ള സുനിൽ കുമാറിനായി പ്രാർത്ഥിക്കുന്നു. തൻ്റെ മക്കൾ പ്രണവിന് വേണ്ടി പാർത്ഥിവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ ആരോഗ്യം കൊടുക്കണമേ കർത്താവെ, നല്ലൊരു ഭാവി കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കർത്താവെ, തങ്ങളുടെ സഹോദരി ബിജിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, എല്ലാ കുടുംബ പ്രശ്നത്തിൽ നിന്നും വലിയൊരു വിടുതൽ നൽകണമേ. അവർ ഒരുമിച്ച് സന്തോഷമായി ജീവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ തന്നെ കർത്താവെ, അവസാനമായിട്ട് കർത്താവെ 4ാമത്തെ സ്പോൺസറിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഡൽഹിയിൽ നിന്നുള്ള ജോർജിനും ജിജിക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ജോർജിൻ്റെ ഡയബറ്റീസിൽ നിന്ന് പൂർണ്ണമായ വിടുതൽ നൽകണമേ കർത്താവെ. അവരുടെ കടഭാരങ്ങളെല്ലാം മാറട്ടെ. ലക്ഷക്കണക്കിന് രൂപ കടം ഇപ്പോൾ തന്നെ യേശുവിൻ നാമത്തിൽ അത് മാറിപ്പോകാനുള്ള വഴികൾ തുറന്നു വരട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു. നിന്റെ നാമത്തിൽ ഈ 4 വ്യക്തികളെയും അവരുടെ കുടുംബത്തെയും ഞാനിപ്പോൾ അനുഗ്രഹിക്കുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ബ്ലെസ്സിങ് ടുഡേ എപ്പിസോഡ് സ്പോൺസർ ചെയ്തതിന് ഈ സ്പോൺസേഴ്സിനോട് എല്ലാവരോടുമുള്ള പ്രത്യേകമായ നന്ദിയും സ്നേഹത്തെയും ഈ സമയത്ത് അറിയിക്കുന്നു. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പേര് സരോജിനി. ഞാൻ കോഴിക്കോടുകാരിയാണ്. ഞാൻ ആരാധിക്കുന്നത് കോഴിക്കോട് ബ്ലെസ്സിങ് സെൻ്ററിലാണ്. ഞാൻ അവിടെ ആരാധനയ്ക്ക് സ്ഥിരം വരുന്ന ആളാണ്. നളന്ദ ഓഡിറ്റോറിയത്തിൽ ഒരു ആരാധനയ്ക്ക് എൻ്റെ അമ്മയും അനിയത്തിയും കൂട്ടി ഞാൻ ഒരു വലിയൊരു ടാറ്റ സുമോ വണ്ടിയിൽ, ഇതേ കളറുള്ള വണ്ടിയിൽ ആരാധനയ്ക്ക് വന്ന് തിരിച്ചു പോകുമ്പോൾ എൻ്റെ മനസ്സിലൊരു ഇത്, കർത്താവേ, എനിക്കും ഇതുപോലൊരു വണ്ടി ഉണ്ടായിരുന്നെങ്കിൽ സ്വന്തമായിട്ടൊരു ദിവസം ആരാധനയ്ക്ക് പോകാമായിരുന്നു ഉള്ള ഒരു വിശ്വാസം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അങ്ങനെ അത് ഞാൻ അങ്ങനെ പറഞ്ഞെങ്കിലും അത് ഞാൻ അവിടെ നിർത്തിവെച്ചു. അങ്ങനെ കുറച്ച് കാലം ഞാനിങ്ങനെ ചിന്തിച്ചു, എനിക്കും വേണം കർത്താവ് ഒരു വാഹനം എന്നുള്ളത്. അപ്പോൾ അത് പിന്നെ ഞാൻ അതിനു വേണ്ടി കുറച്ച് പ്രാർത്ഥിച്ചു. പിന്നെ ആ ഭാഗ്യം ഞാൻ അവിടെ വിട്ടു. പിന്നെ നവംബർ 24-ന് ജോൺസൺ എന്ന് പറഞ്ഞൊരു ബ്രദർ ബ്ലെസ്സിങ് സെൻ്ററിൽ വന്നിരുന്നു. അപ്പം ആരാധനേൻ്റെ അവസാന ഭാഗത്ത് ആരാധിക്കുമ്പോൾ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, ഇവിടെ കർത്താവ് ആർക്കൊക്കെയോ വാഹനം കൊടുക്കുന്നുണ്ട് ഈ വർഷ അവസാനത്തിൽ. അപ്പം ഞാൻ ഒന്നും അറിയാത്തൊരു മണ്ടിയെപ്പോലെ കർത്താവ് അതൊന്നും എനിക്കാണെന്നുള്ളത് വിശ്വസിച്ചു. പക്ഷേ തൽക്കാലം ഞാൻ വാഹനം വാങ്ങണം എന്നുള്ള ഒരു ഉദ്ദേശം എൻ്റെ മനസ്സില്ല. എന്നിങ്ങനെ യാദൃശ്ചികമായിട്ട് ഇത് സംഭവിച്ചു. അതിന് ഞാൻ ദൈവത്തിനും മഹത്വം പറയുന്നു. വിളിച്ച വിളിയിൽ നിങ്ങൾ വിശ്വസ്തരാണെങ്കിൽ എല്ലാവർക്കും അത്ഭുതം പ്രവർത്തിക്കും. നമ്മുടെ യേശു അത്ഭുത മന്ത്രിയാണ്. ദൈവം ചെയ്ത ഒരു സാക്ഷ്യം കൂടിയും അത്ഭുതം കൂടിയും പറയുവാനാണ് ഈ സഹോദരി ഇവിടെ നിൽക്കുന്നത്. തൻ്റെ പേര് ബിന്ദു എന്നാണ്. പയ്യോളിയിൽ നിന്നാണ് താൻ വരുന്നത്. 2013 ജൂൺ മാസത്തിൽ തനിക്ക് പെട്ടെന്ന് ബ്ലീഡിങ് വരികയും ബ്ലീഡിങ് മൂലം പയ്യോളി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിച്ചപ്പോൾ ഡോക്ടർമാർ സ്കാൻ ചെയ്ത സമയത്ത്
ഡോക്ടർമാർ പറഞ്ഞത് ഇങ്ങനെയാണ്, യൂട്രസിലൊരു മുഴയുണ്ട്, അതുകൊണ്ട് അത് വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ റിമൂവ് ചെയ്യണം, യൂട്രസ് റിമൂവ് ചെയ്യണമെന്ന് പറഞ്ഞു. അവർ കൂടുതൽ ഇതിനു വേണ്ടി അവർ കോഴിക്കോട് മെഡിക്കൽ കോളേജിലോട്ട് റെഫർ ചെയ്തു. പക്ഷേ ഇവർ മെഡിക്കൽ കോളേജിലോട്ട് പോവാതെ കോഴിക്കോടിലുള്ള നാഷണൽ ഹോസ്പിറ്റലിൽ ചെന്ന് കാണിച്ചപ്പോഴും ഡോക്ടർ പറഞ്ഞത് ഇങ്ങനെയാണ്, യൂട്രസിൽ മുഴയുണ്ട്, അതുകൊണ്ട് ഇത് റിമൂവ് ചെയ്യണമെന്ന് പറഞ്ഞു. 1 മാസത്തിന് ശേഷം വരുവാൻ വേണ്ടി ഇവരോട് പറഞ്ഞു. അതിനുശേഷം നോക്കാമെന്ന് പറഞ്ഞു. 1 മാസത്തേക്ക് മരുന്നെല്ലാം കൊടുത്തു വിട്ടു. 1 മാസം കഴിഞ്ഞ് വന്നപ്പോഴും ഡോക്ടർമാർ പറഞ്ഞത് ഒട്ടും കുറവില്ല, നമുക്കിത് റിമൂവ് തന്നെ ചെയ്യാം, ഓപ്പറേഷനുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാമെന്ന് പറഞ്ഞു. ഈ സഹോദരി പറയുന്നത് ഇങ്ങനെയാണ്, തനിക്ക് ഓപ്പറേഷൻ വലിയ പേടിയായതുകൊണ്ട് തൻ്റെ സഹോദരി പ്രെയർ ലൈനിൽ, ബ്ലെസ്സിംഗ് ടുഡേ പ്രെയർ ലൈനിൽ വിളിച്ച് പ്രാർത്ഥിക്കുകയുണ്ടായി. പ്രാർത്ഥിച്ചപ്പോൾ അവിടെ നിന്നും പ്രാർത്ഥന പോരാളികൾ ഇങ്ങനെ പറഞ്ഞു, അത് പൂർണ്ണമായും ദൈവം സൗഖ്യമാക്കി എന്ന് തന്നെ പറഞ്ഞ് അവർ പ്രാർത്ഥിച്ചു. ഈ സഹോദരി പറയുന്നത് ഇങ്ങനെയാണ്, വീണ്ടും ഒരു സ്കാനിങ്ങിന് വേണ്ടി ചെന്നപ്പോൾ സ്കാൻ ചെയ്യുന്നതിൻ്റെ തലേ ദിവസം താൻ ബ്ലെസ്സിംഗ് ടുഡേ പ്രെയർ ലൈനിൽ വിളിച്ചു പ്രാർത്ഥിച്ചു. താൻ പറയുന്നത് ഇങ്ങനെയാണ്, പ്രാർത്ഥിച്ചപ്പോൾ തൻ്റെ ശരീരത്തിൽ ഒരു അനുഭവമുണ്ടായി, ഒരു തരിപ്പ് പോലെ ഒരു അനുഭവമുണ്ടായി. അത് കഴിഞ്ഞ് താൻ പിറ്റേ ദിവസം ഹോസ്പിറ്റലിൽ ചെന്ന് സ്കാൻ ചെയ്തപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു, യൂട്രസിൽ മുഴയില്ല എന്ന് പറഞ്ഞപ്പോൾ ഈ സഹോദരി പഴയ സ്കാനിങ് റിപ്പോർട്ട് കാണിച്ചു. ഇതൊന്ന് നോക്കാൻ പറഞ്ഞപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു, ഈ സ്കാനിങ് റിപ്പോർട്ടിൽ മുഴയുണ്ട്, പക്ഷേ ഇപ്പോഴുള്ള സ്കാനിങ് റിപ്പോർട്ടിൽ മുഴയില്ല. ദൈവം ആ മുഴയെ എടുത്തു മാറ്റി തന്നെ ഒരു ഓപ്പറേഷൻ കൂടാതെ തന്നെ ഇന്ന് സൗഖ്യമാക്കി നമ്മളുടെ നടുവിൽ നിർത്തിയിരിക്കുക. ദൈവം ചെയ്ത ഈ ഒരു വലിയ കാര്യത്തിന് ശക്തിയോടെ കരങ്ങളടിച്ചത് നന്ദി പറയാമോ? അടുത്ത ഒരു വാക്യം നമ്മൾ ഈ സമയത്ത് വായിക്കാൻ പോവുകയാണ്. 1 തെസ്സലോനിക്കർ 5-ാം അധ്യായം. പരിശുദ്ധാത്മാവ് നൽകുന്ന ചില വചനങ്ങളാണ് നമ്മൾ വായിക്കുന്നത്. 1 തെസ്സലോനിക്കർ 5-ാം അധ്യായം 16 മുതലുള്ള ചില വാക്യങ്ങൾ വായിക്കാം. എപ്പോഴും സന്തോഷിപ്പിൻ, എല്ലായ്പ്പോഴും പ്രാർത്ഥിപ്പിൻ, എല്ലാത്തിനും എല്ലാറ്റിനു വേണ്ടിയും സ്തോത്രം ചെയ്യുവിൻ. ഇതാകുന്നു ക്രിസ്തു യേശുവിൽ നിങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിന്റെ ഇഷ്ടത്തെക്കുറിച്ചാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. നമ്മെക്കുറിച്ച് ദൈവം എന്താണ് ആഗ്രഹിക്കുന്നത്? ഒന്നാമത് പറയുന്നത് റിജോയ്സ് ഓൾവേസ്, എല്ലായ്പ്പോഴും സന്തോഷിക്കുവിൻ. എന്ന് നമ്മുടെ സന്തോഷം നഷ്ടപ്പെടുന്നുവോ അന്ന് നമ്മുടെ പെർഫോമൻസ് കുറയും. നല്ല സന്തോഷമുള്ള സമയത്ത് നമ്മൾ ചെയ്യുന്നതെല്ലാം വളരെ ഉത്സാഹത്തോടുകൂടെയും നല്ല രീതിയിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കും. സന്തോഷം നഷ്ടപ്പെടുമ്പോൾ ചെയ്യുന്ന പ്രവർത്തികളുടെ ക്വാളിറ്റി കുറഞ്ഞുകൊണ്ടിരിക്കും. യേശുവിൽ നമുക്ക് എല്ലായ്പ്പോഴും സന്തോഷിക്കാൻ കഴിയും. ഈ ലോകത്തിൽ നമുക്ക് ദുഃഖമുണ്ട്, ഈ ലോകത്തിൽ നിരാശകളുണ്ട്, പക്ഷെ ക്രിസ്തുവിൽ നമുക്ക് സന്തോഷമുണ്ട്. എത്ര പേർ ഉറക്കെ ഹല്ലേലൂയ പറയും? ഞാനൊരു സൂത്രം നിങ്ങളോട് പറയട്ടെ. ഞാനിവിടെ ഒരു വലിയ പ്രസംഗിക്കുന്നത് കൊണ്ടല്ല നിങ്ങൾക്ക് വിടുതലുണ്ടാകാൻ പോകുന്നത്. നിങ്ങൾ കർത്താവിനെ സ്തുതിക്കുമ്പോൾ, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ, നിങ്ങൾ വിശ്വസിക്കുമ്പോൾ നിങ്ങൾക്ക് വിടുതലുണ്ടാകും. ഞാൻ പറഞ്ഞത് എത്ര പേർക്ക് മനസ്സിലായി? ചിലർ വിചാരിക്കുന്നത് ഡാമിൻ ബ്രദറിൻ്റെ പ്രസംഗം കേട്ട് കഴിയുമ്പോൾ ഇന്ന് എൻ്റെ എല്ലാ പ്രശ്നവും തീരുന്ന. അങ്ങനെയല്ല. നമ്മൾ ഓരോരുത്തരുമാണ് ചിലത് ഇന്ന് ചെയ്യാൻ പോകുന്നത്. ഇതുവരെ ചെയ്തതിനേക്കാൾ വ്യത്യസ്തമായ ചില കാര്യങ്ങൾ ചെയ്യുവാൻ തയ്യാറാണെങ്കിൽ വിജയം നിങ്ങളുടെ സ്വന്തമായിരിക്കും. ഹല്ലേലൂയ. ഞാൻ തുടക്കകാലത്ത് ദൈവത്തിൻ്റെ വചനം കേൾക്കാൻ തുടങ്ങിയപ്പോൾ എൻ്റെ ലൈഫിൽ മാറ്റം വരുത്താൻ തുടങ്ങി. ആ മാറ്റം വരുത്തിയതിൽ ദൈവം പ്രസാദിച്ചു. എന്നിൽ ഭയങ്കരമായ വ്യത്യാസങ്ങൾ ലൈഫിൽ, ഫ്യൂച്ചറിലേക്കൊക്കെ ദൈവം തരാൻ തുടങ്ങി. അങ്ങനെയെങ്കിൽ ഇവിടെ പറയുന്നത് നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങൾ, ഇതുവരെ ചെയ്യാത്ത ചില കാര്യങ്ങൾ ചെയ്യുവാൻ വേണ്ടി ഹോംവർക്ക് തന്നു വിടാൻ പോവുകയാണ്. ഇന്ന് മുതൽ നിങ്ങൾ ചെയ്യേണ്ട ചില ഹോംവർക്ക്. 1, എല്ലായ്പ്പോഴും സന്തോഷിക്കുവേൻ. എന്ന് വെച്ചാൽ ഭയങ്കര പ്രശ്നങ്ങൾ വരുമ്പോഴും ഉള്ളിലൊരു കാര്യം ഓർക്കണം, എവ്രി പ്രോബ്ലം ഈസ് ടെമ്പററി. ഇന്ന് നിങ്ങൾ ഫേസ് ചെയ്യുന്ന സകല പ്രശ്നങ്ങളും താൽക്കാലികമാണ്.
ഞാൻ വലിയ വായിൽ ഉറക്കെ വിളിച്ചു പറയാം, ആ പ്രശ്നങ്ങൾ മാറിപ്പോകും. നിങ്ങൾ യേശുവിൽ വിശ്വസിക്കുന്നത് കൊണ്ട് അടുത്ത പടിയിലേക്ക് ദൈവം നിങ്ങളെ കൊണ്ടുപോയിരിക്കും. ചിലർ വിചാരിക്കുന്ന, അയ്യോ ഞാനിപ്പോൾ രോഗിയാ, എന്നും ഞാനിനി നിത്യരോഗിയായിരിക്കും. അങ്ങനെയല്ല. യേശു എന്ന ഒരു ഡോക്ടർ ഉള്ളത് കൊണ്ട് എന്നും നിങ്ങൾ രോഗിയായിരിക്കുകയില്ല. കൈയടിക്കാൻ മൂടുള്ളവരൊക്കെ കൈയടിച്ചു. കർത്താവിന് നന്ദി പറഞ്ഞോ. ഒരു കാര്യം കൂടി പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമെന്ന് അറിഞ്ഞുകൂടാ. ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന സാമ്പത്തികമായ ഞെരുക്കം അത് താൽക്കാലികമാണ്, എന്നും നിലനിൽക്കുകയില്ല. അവസ്ഥകൾ മാറും. യേശു കർത്താവ് പ്രവർത്തിക്കും. നിങ്ങൾക്കും തലമുറകൾക്കും വ്യത്യാസം കർത്താവ് തരും. ഒരു ദൈവഭൃത്യൻ എന്ന നിലയിൽ ഞാൻ പറയുന്ന വാക്കുകൾ വിശ്വസിക്കാമെങ്കിൽ വിശ്വസിച്ചോ. ആ അവസ്ഥ മാറും. ഹല്ലേലൂയ. ദൈവത്തിന് പ്രവർത്തിക്കാൻ എത്ര സമയം വേണം? നിസ്സാര സമയങ്ങൾ കൊണ്ട് കർത്താവിന് വ്യത്യാസങ്ങൾ വരുത്താൻ കഴിയും. ഹല്ലേലൂയ. പത്രോസ് എന്ന് പറയുന്ന യേശുവിൻ്റെ ശിഷ്യന്മാരിൽ പ്രധാനിയായ വ്യക്തി ഒരിക്കൽ വെള്ളത്തിൽ നടക്കാൻ ഒരു ശ്രമം നടത്തിയ ചരിത്രം നിങ്ങൾക്കറിയാമോ? യേശു വെള്ളത്തിൻ്റെ മുകളിലൂടെ നടക്കുന്നത് കണ്ടപ്പോൾ അദ്ദേഹം വഞ്ചിയിൽ നിന്നും കാലെടുത്ത് വെള്ളത്തിലേക്ക് വെച്ചു. നോക്കിയപ്പോൾ നല്ല സുഖം. കാരണം എന്താ? താഴ്ന്നു പോകുന്നില്ല. വെള്ളത്തിന് മുകളിലൂടെ താൻ നടക്കാൻ തുടങ്ങി. പെട്ടെന്നാണ് ഭയങ്കരമായ കാറ്റും ഭയങ്കര കോളും തിരമാലയും കണ്ടു. പേടിച്ചു. അടുത്ത നിമിഷം താൻ മുങ്ങി താഴാൻ തുടങ്ങി. വിശ്വാസം നഷ്ടപ്പെട്ടപ്പോൾ, യേശുവിലേക്കുള്ള നോട്ടം നഷ്ടപ്പെട്ടപ്പോൾ താഴാൻ തുടങ്ങി. ഇത് നമുക്കൊരു ഗുണപാഠമാണ്. പക്ഷേ അടുത്തൊരു ഗുണപാഠം ഞാൻ പറയാം. അദ്ദേഹം മുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ യേശു കൈകൊട്ടി ചിരിക്കുകയല്ല ചെയ്തത്. എടാ അല്പവിശ്വാസിയെ, നീ മര്യാദക്ക് വിശ്വസിച്ചിരുന്നെങ്കിൽ നിനക്ക് സംഭവിക്കുമായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ചവിട്ടുകൂടി കൊടുത്ത് വെള്ളത്തിൽ താഴ്ത്തുകയല്ല യേശു ചെയ്തത്. യേശു എന്താ പറഞ്ഞത്? അല്പവിശ്വാസിയെ, നീ എന്തിനാ ഭയപ്പെട്ടത്? ഇങ്ങ് പോര്. കൈ പിടിച്ച് അവനെ വഞ്ചിയിൽ കൊണ്ടുവന്ന് അവർ ഒന്നിച്ച് നടന്ന് വഞ്ചിയിൽ കയറി. വിശ്വസിക്കാമോ? മുങ്ങി താഴുമ്പോൾ വീണ്ടും താഴ്ത്തി കളയുന്നവനല്ല. ആരുടെയൊക്കെയോ പരിശുദ്ധാത്മാവ് വളരെ ശക്തമായി പറയുന്നു, നിങ്ങൾ എന്തെങ്കിലും പ്രയാസത്തിൽ മുങ്ങി താഴുകയാണെങ്കിൽ അതിൻ്റെ മുകളിലൂടെ നടന്നു വന്ന് കൈ പിടിച്ച്, യേശു തൻ്റെ കൈ പിടിച്ച് പൊക്കിയെടുത്ത് സുരക്ഷിതമായൊരു സ്ഥാനത്ത് കൊണ്ടുപോയി എത്തിക്കുന്നവനാണ് ഞാൻ വിളിച്ചപേക്ഷിക്കുന്ന യേശു. അവനെ കുറിച്ചാണ് ഞാൻ പ്രസംഗിക്കുന്നത്. എത്ര പേർ അത് വിശ്വസിക്കും? നീ മുങ്ങി താഴുകയില്ല. ഇതിൽ നിന്നും ഒരു വിടുതലുണ്ട്, ഒരു ജയമുണ്ട്. നീ അക്കരെ എത്തും. ഹല്ലേലൂയ. എത്തിച്ചേരേണ്ട സ്ഥലത്ത് കർത്താവ് എത്തിച്ചിരിക്കും. ഇതോർത്ത് സന്തോഷിക്കണം. ഇതാണ് ബൈബിൾ പറയുന്നത്, എല്ലായ്പ്പോഴും സന്തോഷിക്കുവിൻ. ഹല്ലേലൂയ. സന്തോഷിക്കാൻ ഒരു വകയും ഇല്ലാത്ത സമയത്തും സന്തോഷിക്കാൻ ശീലിക്കണം, ട്രെയിൻ ചെയ്യണം. കാരണം എന്താ? വലിയ പ്രശ്നത്തിലിരിക്കുന്നവർ വിശ്വസിക്കുക, എന്നും ഞാൻ പ്രശ്നത്തിലായിരിക്കുകയില്ല, ഇതിനപ്പുറത്ത് ദൈവം എനിക്കൊരു വിടുതൽ തരും, ദൈവം എനിക്കൊരു വിടുതൽ തരും. എന്നും അവസ്ഥ ഇതുപോലെ ആയിരിക്കുകയില്ല. ഇതുപോലെ ദൈവം എന്നെ ഒരിക്കലും ഇട്ട് കളയുകയില്ല. വീണ്ടും ഹല്ലേലൂയ പറയാമോ? ആദ്യം പറഞ്ഞിരിക്കുന്നത് റിജോയ്സ് ഓൾവേസ്. അടുത്തത് പ്രേ കണ്ടിന്യൂവലി. എല്ലായ്പ്പോഴും തുടർച്ചയായി പ്രാർത്ഥിച്ചുകൊണ്ടിരിപ്പിൻ. അങ്ങനെ പ്രാർത്ഥിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? പലരും രാവിലെ ഒന്ന് പ്രാർത്ഥിക്കും, ചിലപ്പോൾ രാത്രിയിലും ഒന്ന് പ്രാർത്ഥിച്ചെന്നിരിക്കും. ഇതുപോലെ പ്രാർത്ഥനാ മീറ്റിംഗ് നടക്കുമ്പോഴും ഒന്ന് പ്രാർത്ഥിച്ചെന്നിരിക്കും. എന്നാൽ അങ്ങനെയല്ല പറഞ്ഞത്. എല്ലായ്പ്പോഴും ബസ്സിൽ സഞ്ചരിക്കുമ്പോഴും അടുക്കളയിൽ ജോലി ചെയ്യുമ്പോഴും എല്ലായ്പ്പോഴും അകത്ത് നിന്നും ഒരു പ്രാർത്ഥന ഉയർന്നുകൊണ്ടിരിക്കണം. എല്ലായ്പ്പോഴും ദൈവവുമായി ബന്ധപ്പെട്ടുകൊണ്ടേയിരിക്കണം. ആ കണക്ഷൻ ഉണ്ടെങ്കിൽ, ആ ബന്ധം എല്ലായ്പ്പോഴും നിലനിർത്തുകയാണെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ തന്നെ വ്യത്യാസങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. ഹല്ലേലൂയ. കാരണം നിങ്ങൾ ബന്ധപ്പെടുന്നത് മനുഷ്യരോടല്ല, നമ്മെ നിർമ്മിച്ച നമ്മുടെ ദൈവത്തോടാണ്. അങ്ങനെ ബന്ധപ്പെടുന്ന ഹൈ ലെവലിൽ കണക്ഷൻ ഉള്ളത് കൊണ്ട് നീ താഴ്ന്നു കിടക്കയില്ല. അവൻ നിന്നെ ഉയർത്തിയിരിക്കും. ഇങ്ങനെ കൈയടിച്ചാൽ പോരാ, ശക്തിയോടെ കൈതട്ടി ഉയർത്തുന്ന, വളർത്തുന്ന, താഴ്ചയിൽ നിന്നും പൊക്കിയെടുക്കുന്ന, കോരിയെടുക്കുന്ന ദൈവത്തെ
വിശ്വാസത്താൽ ഒന്ന് കൈയടിച്ച് ദൈവത്തെ സ്തുതിച്ചോ. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. അതിനുശേഷം പറയുന്നു ഗിവ് താങ്ക്സ് ഇൻ ഓൾ സർക്കംസ്റ്റാൻസസ്. എല്ലാറ്റിനും ദൈവത്തിന് നന്ദി പറയുവിൻ. ഉദാഹരണത്തിന്, മക്കളുടെ പ്രോഗ്രസ് റിപ്പോർട്ട് കിട്ടി, 10 വിഷയമുണ്ട്, 5 വിഷയത്തിന് തോറ്റു. നമ്മൾ എന്താ ചെയ്യുന്നത്? ആദ്യം തന്നെ ചൂലെടുത്ത് അല്ലെങ്കിൽ ഒരു ചൂരൽ വടി എടുത്ത് 5 എണ്ണം പൊട്ടി ഇതിന് തല്ലും. പക്ഷെ കർത്താവ് പറയുന്നത് ആ 5 എണ്ണം പാസ്സായതിന് എന്ത് ചെയ്യണം? ആദ്യം ദൈവത്തിന് നന്ദി പറയണം. മനസ്സിലാവുന്നുണ്ടോ? എല്ലാറ്റിനു വേണ്ടിയും നന്ദി പറയുവിൻ. ഒരു വിഷയത്തിനെങ്കിലും പാസ്സായോ അതിന് നന്ദി പറയുക ദൈവത്തിന്. ഹല്ലേലൂയ. ഒത്തിരി പേർക്ക് ഭയങ്കരമായ പരാതിയാണ്, വാടക വീട്ടിലാണ് കിടക്കുന്നത്. പക്ഷെ വാടക വീടില്ലാത്ത എത്രയോ മനുഷ്യരുണ്ട്. നമ്മൾ എന്താ ചെയ്യേണ്ടത്? കർത്താവേ, ഈ വാടക വീടെങ്കിലും എനിക്ക് കിട്ടിയല്ലോ, കിടന്നുറങ്ങാൻ കഴിയുന്നുണ്ടല്ലോ, അതിന് നന്ദി എന്ന് പറയുന്ന ശീലം വളർത്തിയെടുത്താൽ നാളെ നിന്റെ സ്വന്തം വീടിന്റെ പാല് കാച്ചൽ നടക്കും. കേട്ടോ? ഹൗസ് വാമിങ് നടക്കും. കാരണം എന്താ? ദൈവം നിന്നിൽ പ്രസാദിക്കും. കാരണം കിട്ടിയ കൊച്ചു കൊച്ചു നന്മകൾക്ക് നന്ദി പറയുന്ന ശീലം ഉള്ളത് കൊണ്ട് ദൈവം കൂടുതൽ കൂടുതൽ അനുഗ്രഹിച്ചു കൊണ്ടേയിരിക്കും. പ്രൊമോഷൻ വന്നുകൊണ്ടിരിക്കും. അടുത്തടുത്ത പടികളിലേക്ക് ദൈവം നമ്മെ കൊണ്ടുപോകും. വീണ്ടും കൈകൾ അടിച്ച് യേശുവിന് നന്ദി പറയാം. ഹല്ലേലൂയ. അവിടെ പറഞ്ഞിരിക്കുന്ന ആ പ്രധാന കാര്യങ്ങൾ: 1, എല്ലായ്പ്പോഴും സന്തോഷിക്കുവിൻ. 2, തുടർച്ചയായി പ്രാർത്ഥിക്കുവിൻ. 3, എല്ലാ സാഹചര്യങ്ങളിലും ദൈവത്തിന് നന്ദി പറയുവിൻ. ഈ ശീലങ്ങൾ വളർത്തിയെടുക്കുവാൻ ഇന്ന് മുതൽ ഒരു ശ്രമം എല്ലാവരും നടത്തിയിരിക്കണം. അതിൽ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കർത്താവ് നമുക്ക് നൽകിക്കൊണ്ടേയിരിക്കും. ഒരു വാക്യം കൂടെ പറഞ്ഞ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. സങ്കീർത്തനങ്ങൾ 16:11. യു മേക്ക് നോൺ ടു മീ ദ പാത്ത് ഓഫ് ലൈഫ്. യു വിൽ ഫിൽ മീ വിത്ത് ജോയ് ഇൻ യുവർ പ്രസൻസ്, വിത്ത് ഇറ്റേണൽ പ്ലഷേഴ്സ് അറ്റ് യുവർ റൈറ്റ് ഹാൻഡ്. ജീവന്റെ മാർഗം അങ്ങ് എന്നെ അറിയിക്കുന്നു. ജീവന്റെ മാർഗം അങ്ങ് എന്നെ അറിയിക്കുന്നു. അങ്ങയുടെ സന്നിധിയിൽ സന്തോഷപൂർണതയും അവിടുത്തെ വലതുഭാഗത്ത് പ്രമോദങ്ങളും എന്നേക്കും ഉണ്ട്. ദൈവത്തിന്റെ സന്നിധിയിലേക്ക് അടുത്ത് ചെല്ലാൻ ഈ 2014 ഒരു തീരുമാനമെടുത്താൽ, ദൈവത്തിന്റെ അടുക്കിലേക്ക് കൂടുതൽ 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 ചെല്ലാൻ ഒരു തീരുമാനമെടുത്താൽ, അവൻ്റെ സന്നിധിയിൽ എന്തെല്ലാം ഉണ്ട്? വലിയ സന്തോഷവും ആനന്ദവും എല്ലാം അവിടെ ഇരിപ്പുണ്ട്. ഹല്ലേലൂയ. 34-ാം സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയില്ല. എത്ര പേർക്ക് ആഗ്രഹമുണ്ട് നാണം കെടാതെ ജീവിക്കണമെന്ന്? എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? യേശുവിൻ്റെ മുഖത്തേക്ക് നോക്കിയാൽ മാത്രം മതി. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ഒരിക്കലും നാണിച്ചു പോയില്ല, ലജ്ജിച്ചു പോയില്ല. ഇത് വചനമാണ്. ഹല്ലേലൂയ. ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെയും മുഖത്തേക്ക് നോക്കുമ്പോൾ ചിലരുടെയൊക്കെ മുഖം ഇന്ന് വാടിയാണ് ഇരിക്കുന്നത്. കാരണം നിങ്ങൾ അനുഭവിക്കുന്ന കഷ്ടതകളും പ്രശ്നങ്ങളും ഒക്കെ കൊണ്ട് ഭയങ്കരമായി വാടിയ മുഖത്തോടിരിക്കുന്ന ചിലരിവിടെ ഉണ്ട്. നിങ്ങൾക്ക് വേണ്ടിയുള്ള സൂത്രവാക്യമാണ് ഞാൻ പറയുന്നത്. എന്താ ചെയ്യേണ്ടത്? ആ വാടിയ മുഖത്തോടുകൂടെ ദൈവത്തിലേക്ക് നോക്കിയാൽ, യേശുവിലേക്ക് നോക്കിയാൽ, യേശു ലോകത്തിൻ്റെ പ്രകാശമാണ്. ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചമാണ് യേശു. ആ മുഖത്ത് ആ പ്രകാശം തട്ടി നിന്റെ മുഖവും ഭയങ്കരമായി ശോഭിക്കാൻ തുടങ്ങും. ഹല്ലേലൂയ. സത്യം തുറന്നു പറഞ്ഞോട്ടെ, ഫെയർ ആൻഡ് ലവ്ലി പെരട്ടിയില്ലേലും നിങ്ങളുടെ മുഖത്ത് ഒരു തിളക്കമുണ്ടാവും. കാരണം എന്താ? യേശുവിൻ്റെ പ്രകാശം അടിച്ചിട്ട് യേശുവിലേക്ക് നോക്കുന്നത് കൊണ്ട് മുഖത്തെ ചുക്കുചുളിഞ്ഞതെല്ലാം മാറി ഒരു ഭയങ്കര ശോഭ നിങ്ങളുടെ മുഖത്തുണ്ടായിരിക്കും. എല്ലാവരും കൈകൾ ഉയർത്തി പറഞ്ഞ്, അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയില്ല. ഈ സമയത്ത് നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. നമ്മൾ ഒരുമിച്ച് ഈ സമയത്ത് പ്രാർത്ഥിക്കാൻ പോകുകയാണ്. താങ്ക് യു ഫാദർ, ഇൻ ദ നെയിം ഓഫ് ജീസസ്. എല്ലാവരും ചേർന്ന് വായി തുറന്ന് കർത്താവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിന്നാലും യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ
കർത്താവെ, എല്ലാ രോഗികളും ഈ സമയത്ത് തുടർന്നും സൗഖ്യമായിക്കൊണ്ടിരിക്കട്ടെ. താങ്ക് യു ലോർഡ്. ഉച്ചത്തിൽ യേശുവെ വിളിക്കാമോ? എല്ലാവരും ചേർന്ന് ഉറക്കെ 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 യേശുവെ ഉറക്കെ വിളിക്കാൻ തുടങ്ങാം. ഹല്ലേലൂയ. കർത്താവെ, അത്ഭുതകരമായ വിടുതലുകളും രോഗസൗഖ്യങ്ങളും കർത്താവ് ഇപ്പോൾ പകരുന്നതിനാൽ നന്ദി പറയുന്നു. എല്ലാ ഹൃദയങ്ങളിലുമുള്ള അവിശ്വാസം മാറിപ്പോകട്ടെ. ഒരു വലിയ വിശ്വാസം ഇപ്പോൾ എല്ലാവരിലും കർത്താവെ പകരുന്നതിനാൽ നന്ദി പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ സ്ട്രോക്ക് വന്ന വ്യക്തികൾ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ് അത് സംഭവിക്കട്ടെ. താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്. കർത്താവിൻ്റെ വിടുതലുകൾ എല്ലാ വ്യക്തികളിലും ഇപ്പോൾ പ്രവർത്തിക്കുന്നതിനാൽ നന്ദി പറയുന്നു. താങ്ക് യു ഫാദർ. അപ്പോൾ തന്നെ കൈകളെ ഉയർത്തി പരിശുദ്ധാത്മാവിൽ നിറയപ്പെടേണ്ടതിനായി എല്ലാവരും ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. കർത്താവെ, അങ്ങയുടെ ആത്മാവിനാൽ എന്നെ നിറയ്ക്കണമേ എന്ന് എല്ലാവരും പറഞ്ഞാലും കോടിക്കണക്കിന് പേർ പരിശുദ്ധാത്മാവിൽ നിറയുന്ന വർഷങ്ങളാണ് ഈ അന്ത്യകാല വർഷങ്ങൾ. എല്ലായിടങ്ങളിലും, ലോകത്തിലെല്ലായിടങ്ങളിലും കർത്താവ് തൻ്റെ ആത്മാവിൽ തൻ്റെ കുഞ്ഞുങ്ങളെ നിറച്ചുകൊണ്ടിരിക്കുകയാണ്. പരിശുദ്ധാത്മാവിൻ്റെ നിറവ് നമ്മുടെ അകത്ത് വരുമ്പോൾ തന്നെ വ്യത്യാസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ തുടങ്ങുകയാണ്. ഹല്ലേലൂയ. ഇനി നമുക്ക് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. ഇന്നും ആദ്യമേ തന്നെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായി പോവുകയാണ്. കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ എല്ലാ വിദ്യാർത്ഥികൾക്കായി ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ അനുഗ്രഹങ്ങൾ, അങ്ങയുടെ ആശീസ്സുകൾ അങ്ങ് ചൊരിയണമേ കർത്താവേ. ദൈവിക നന്മകൾ അവരെ നിറയപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഏറ്റവും നന്നായി ഇന്നത്തെ എക്സാം അപ്പിയർ ചെയ്യാൻ കർത്താവിൻ്റെ കൃപ അങ്ങ് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതാൻ കർത്താവെ അങ്ങയുടെ കൃപ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. എല്ലാ കാര്യങ്ങളും പരിശുദ്ധാത്മാവെ അങ്ങ് ഓർമ്മിപ്പിച്ചു കൊടുക്കണമേ. ഈ വർഷം നല്ല മാർക്ക്, ഉയർന്ന മാർക്ക്, പ്രത്യേകിച്ച് ബോർഡ് എക്സാം എഴുതുന്ന കുഞ്ഞുങ്ങൾക്ക് ഉയർന്ന മാർക്ക് തന്നെ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. എളുപ്പമുള്ള ചോദ്യങ്ങൾ അവർക്ക് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. എല്ലാം അങ്ങ് ഓർമ്മിപ്പിച്ചു കൊടുക്കണമേ. രോഗികളായിട്ടുള്ളവർക്ക്, മറ്റു പ്രശ്നമുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ. യേശുവിൻ്റെ നാമത്തിൽ എല്ലാ രോഗങ്ങളും, രക്തത്തിലുള്ള ചില അണുക്കളുടെ പ്രശ്നങ്ങൾ ഇപ്പോൾ അത് സൗഖ്യമാകുകയാണ്. അതുപോലെ തന്നെ ക്രിയാറ്റിൻ്റെ അളവ് യേശുവിൻ്റെ നാമത്തിൽ അത് നോർമലാവുകയാണ്. സന്ധികളിൽ നീരുള്ള ചിലരെ കർത്താവ് ഇപ്പോൾ സൗഖ്യമാകുന്നു. ആ കൈകാലുകൾ ഇപ്പോൾ തന്നെ സൗഖ്യമാവുകയാണ്. താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ. ശരീരത്തിൻ്റെ ചില ഭാഗങ്ങളിൽ, പ്രത്യേകിച്ച് ശരീരത്തിൻ്റെ രഹസ്യ ഭാഗങ്ങളിൽ എപ്പോഴും കുരുക്കൾ വരുന്നത് പോലെയുള്ള പ്രശ്നങ്ങൾ, അത് പഴുത്ത് പൊട്ടി വല്ലാത്ത വേദന അനുഭവിക്കുന്ന, എപ്പോഴും നിങ്ങളുടെ ശരീരത്തിൽ അതുണ്ടാകുന്നത് വല്ലാത്ത വേദന നിങ്ങൾ അനുഭവിക്കുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ അത്തരമുള്ള വ്യക്തികൾ ഇപ്പോൾ സൗഖ്യം ആകട്ടെ. വെരിക്കോസ് വെയിൻ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമായിക്കൊണ്ടിരിക്കുന്നു. താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. എല്ലാ മുഴകളും യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ അപ്രത്യക്ഷമാകണം. കൈകൾക്കകത്തുള്ള അലർജി, തൊലി പൊളിഞ്ഞു പോകുന്നത് പോലുള്ള അലർജി യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. കുടുംബ പ്രശ്നങ്ങൾ കർത്താവ് സൗഖ്യമാക്കിയാണ്, വിടുവിക്കുകയാണ്, മാറ്റങ്ങൾ വരുത്തുകയാണ്. ഭാര്യയും ഭർത്താവും തമ്മിൽ വേർപിരിഞ്ഞിരിക്കുന്നത് യേശുവിൻ്റെ നാമത്തിൽ അവർ ഒരുമിക്കട്ടെ. താങ്ക് യു ലോർഡ്. അതുപോലെ തന്നെ ഒരു കുഞ്ഞിന് പരീക്ഷ എഴുതാൻ കഴിയുകയില്ല എന്ന് പറയുന്ന ഒരു കുട്ടി, കർത്താവ് അത്ഭുതകരമായി ആ കുഞ്ഞിന് വേണ്ടി അത്ഭുതകരമായി വഴികൾ തുറക്കുകയാണ്. 1-2 പരീക്ഷകൾ നിങ്ങൾ എഴുതി കഴിഞ്ഞു, എന്നാൽ ഇനി അടുത്ത പരീക്ഷ എഴുതാൻ സാധിക്കാത്തതുപോലെ ചില പ്രശ്നത്തിലൂടെ പോവുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ ആ കുഞ്ഞിൻ്റെ മേൽ ദൈവിക അനുഗ്രഹങ്ങൾ വരട്ടെ. എല്ലാ പരീക്ഷകളും എഴുതി പൂർത്തിയാകുകയും നല്ല മാർക്കുണ്ടാകുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൈകളിലേക്ക് സമർപ്പിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇന്നത്തെ നമ്മുടെ ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ നടക്കുന്നത് പുനലൂരിലാണ്. നാളെ ട്രിവാൻഡ്രത്താണ്. ഈ ബ്ലെസ്സിങ് ഫെസ്റ്റിവലിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ തന്നെ ബ്ലെസ്സിങ് ടു റിസോഴ്സസ് എന്നുള്ള
ഒരു പുസ്തകം, എല്ലാവർക്കും സുപരിചിതമായ എൻ്റെ പ്രാർത്ഥന ഡയറി. അപ്പോൾ തന്നെ അതിൻ്റെ ഇംഗ്ലീഷ് പുസ്തകമായ മൈ പ്രേയർ ഡയറി നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ്. ഈ പുസ്തകത്തിൻ്റെ ആശിഷമാരിയുടെ കാര്യം പറഞ്ഞു. ജീവിതത്തിൽ ഒരു മാറ്റമുണ്ടാകാൻ ആഗ്രഹിക്കുന്നവർ, ഒരു നല്ല മനുഷ്യനാകാൻ തീരുമാനിക്കുന്നുണ്ടെങ്കിൽ ആശിഷമാരി. എന്നാൽ ജീവിതത്തിൽ നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക്, ഓരോ പ്രശ്നങ്ങൾക്കും വിടുതൽ വേണമോ അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് യേശുവിനോട് പ്രാർത്ഥിച്ചാൽ മാത്രമേ നടക്കുകയുള്ളൂ. പക്ഷെ എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് പലർക്കും അറിയില്ല. നിങ്ങളെ പ്രാർത്ഥിപ്പിക്കുവാൻ പഠിപ്പിക്കുന്ന ഒരു പുസ്തകം. വിവിധ സമയങ്ങളിലുള്ള പ്രാർത്ഥനകളാണ് ഇതിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. എൻ്റെ പ്രാർത്ഥന ഡയറി. ഇതും നിങ്ങൾക്ക് ആവശ്യപ്പെടാനായിട്ട് സാധിക്കും. ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾ ആവശ്യപ്പെട്ടാൽ മാത്രം മതിയായിരിക്കും. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. അടുത്ത ആഴ്ചയിലെ ബ്ലെസ്സിങ് ടുഡേ പ്രോഗ്രാം കാണാൻ മറക്കരുത്. അതുവരെയും കർത്താവിൻ്റെ കൃപയ്ക്കുള്ളിൽ നമുക്കായിരിക്കും. വെൽക്കം ബാക്ക് ടു ബൈബിൾ ആൻഡ് യു. ഇന്നത്തെ ചോദ്യം ഇതാണ്: രാത്രി ദർശനത്തിൽ രഹസ്യം വെളിപ്പെട്ടതാർക്ക്? ടു ഹൂം God revealed the secret in night vision. Options: A. Nebuchadnezzar, B. Belshazzar, C. Daniel, D. Abednego. നിങ്ങളുടെ ഉത്തരങ്ങൾ 9645221221 എന്ന നമ്പറിലേക്ക് SMS ചെയ്യുക. ചെയ്യേണ്ട ഫോർമാറ്റ് BT സ്പേസ് ABC or D സ്പേസ് നിങ്ങളുടെ പേരും പൂർണ്ണ മേൽവിലാസവും. ശരിയുത്തരം അയക്കുന്നവർക്ക് സമ്മാനങ്ങൾ നൽകുന്നത് OM ബുക്സ് ആണ്. ഞങ്ങളുടെ അഡ്രസ് ബ്ലെസ്സിംഗ് ടുഡേ, പോസ്റ്റ് ബോക്സ് നമ്പർ 2215, ഇടപ്പള്ളി PO, കേരള, ഇന്ത്യ 682024.